ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കോൺവെർസേഷൻ എഴുതാം എന്നാണ്. അപ്പോൾ എന്താണ് ഒരു കോൺവെർസേഷൻ? രണ്ട് വ്യക്തികൾ തമ്മിൽ അഥവാ രണ്ടോ മൂന്നോ വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം അഥവാ അവർ തമ്മിൽ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇത് സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ഒരു കോൺവെർസേഷൻ എഴുതാം, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണല്ലോ അത്, എങ്ങനെ 5 മാർക്ക് നമുക്ക് നേടിയെടുക്കാം എന്ന് സിമ്പിളായിട്ട് പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുടെ കോൺവെർസേഷൻ നമുക്കൊന്ന് ബിൽഡപ്പ് ചെയ്താലോ? നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ദ തേഴ്സ്റ്റി ക്രോ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറി. എന്തായിരുന്നു ആ സ്റ്റോറി എന്ന് ടീച്ചർ പെട്ടെന്നൊന്ന് ഓർമ്മപ്പെടുത്താവേ. ഒരു കാക്ക ഉണ്ടായിരുന്നു, ഒരു ക്രോ ഉണ്ടായിരുന്നു. ആ കാക്കയ്ക്ക് ദാഹിച്ച് വെള്ളത്തിനായിട്ട് അലഞ്ഞു നടക്കുമായിരുന്നു. അപ്പോൾ ഒരു പോട്ട് കണ്ടു, ഒരു ചെറിയൊരു കുടം കണ്ടു. പക്ഷെ കാക്ക വന്ന് നോക്കിയപ്പോൾ ആ കുടത്തിന്റെ ഏറ്റവും താഴെ മാത്രമായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. കാക്കയുടെ കൊക്ക് കൊണ്ട് ആ വെള്ളത്തിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാക്കയ്ക്ക് ഒരു ഐഡിയ തോന്നി. കാക്ക എന്ത് ചെയ്തു? കാക്ക ചെറിയ ചെറിയ കല്ലുകൾ പെറുക്കിയെടുത്ത് ആ പോട്ടിലോട്ട് ഇട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? വെള്ളം ഉയർന്നു വന്നു. അപ്പോൾ കാക്കയ്ക്ക് സുഖമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ സന്തോഷമായിട്ട് കാക്ക വീട്ടിലോട്ട് പറന്നുപോയി. ഇതാണ് ആ സ്റ്റോറി. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കാം. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം കാക്ക പറന്ന് തന്റെ വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പൊ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ കാക്കയുടെ അമ്മ ചോദിക്കുകയാണ്, എന്താ ഇത്ര ലേറ്റ് ആയേന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ, കാക്കയുടെ അമ്മയും ആ കാക്കയും തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെ എഴുതാം? ഈ മോഡൽ ഒന്ന് നോക്കൂ. മം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കാക്കയുടെ അമ്മയാണ് കേട്ടോ. മം, where were you? Why are you so late? Crow, Mom, when I was flying home, I suddenly got thirsty. Mom, oh, did you get water then? Crow, yes, Mom, it's a big story. Mom, what happened, dear? Crow, in search of water, I saw a big pot, but it had very little water that I could not reach. Mom, oh no. Crow, but suddenly I got an idea. Mom, what was that? Crow, I picked up small stones and dropped them in the pot so that the water rose. ഇവിടെ റോസ് എന്ന് പറയുന്നത് റോസാപ്പൂവല്ല, വെള്ളം ഉയർന്നു വന്നു കേട്ടോ. വാട്ടർ റോസ്. മം, I am so proud of you. You are so clever, my son. Crow, thank you, Mom. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ആ സ്റ്റോറിയിൽ നിന്ന് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കി. നമുക്ക് മറ്റൊരു മോഡൽ നോക്കിയാലോ? നമുക്ക് എല്ലാവർക്കും 2-3 വർഷം മുൻപ് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൊറോണ വന്നു അല്ലേ? കൊറോണ വന്നപ്പോൾ സ്കൂൾസ് എല്ലാം അടച്ചിട്ടു. അങ്ങനെ സ്കൂൾസ് എല്ലാം കുറെ നാളുകൾക്ക് അടച്ചിട്ടതിന് ശേഷം സ്കൂൾ വീണ്ടും റീഓപ്പൺ ചെയ്യാണ്. സ്കൂൾ ഒരുപാട് നാളുകൾക്ക് അടച്ചിട്ടതിനു ശേഷം സ്കൂൾ വീണ്ടും റീഓപ്പൺ ചെയ്യാണ്. അപ്പോൾ സ്കൂൾ റീഓപ്പൺ ചെയ്യാണ് എന്നുള്ള ന്യൂസൊക്കെ വന്നു. ആ ന്യൂസൊക്കെ വന്നപ്പോൾ 2 ഫ്രണ്ട്സ് അതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇത്രയും നാള് സ്കൂൾ പൂട്ടിയിട്ട്, കൊറോണ കാരണം സ്കൂൾ പൂട്ടിയിട്ടതിന് ശേഷം സ്കൂൾ തുറക്കാണ്. അപ്പൊ അതിനെ കുറിച്ച് 2 ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ. ഫ്രണ്ട് 1, Hey, did you hear? Schools finally reopened for the 3rd graders. Friend 2, Really? That's awesome. I have been waiting for this day forever. Friend 1, Yeah, me too. It feels like ages since we have been in a proper classroom. Friend 2, I know, right? I missed seeing everyone and having real face-to-face conversations. Friend 1, Totally. Online classes just aren't the same. But hey, at least we are back now. Friend 2, True. I wonder what changes there have been made to the school. I hear they have got all these new safety measures in place. Friend 1, Yeah, masks, hand sanitizers everywhere and probably social distancing too. It's going to be interesting. Friend 2, It sure will be. But hey, as long as we are back with our friends and teachers, I am happy. Friend 1, Same here. Let's make the most of it and have an awesome time back at school.
നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ നോക്കിയാലോ. അതിനു മുൻപായിട്ട് ടീച്ചർ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ PDF-കളും ഒക്കെ ലഭ്യമായിരിക്കും കേട്ടോ. നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ നോക്കാം. എക്സാം കഴിഞ്ഞു, ഭയങ്കര ബുദ്ധിമുട്ടുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞ് ക്ലാസ്സിന് പുറത്തിറങ്ങിയപ്പോൾ 2 ഫ്രണ്ട്സ് തമ്മിൽ ഈ എക്സാമിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം നോക്കാം. Friend 1: Hi, did you think today's exam was hard? Friend 2: Yeah, I found it really tricky. Some questions were so confusing. Friend 1: I know, right? I studied a lot, but I still felt unsure about some of them. Friend 2: Me too. I guess we just have to try our best and hope for the best. Friend 1: Yeah, that's all we can do. At least we have each other for support. Friend 2: Definitely. We'll get through this together, no matter what. Friend 1: That's the spirit. Let's keep working hard and helping each other out. Friend 2: Sounds like a plan. Thanks for being such a great friend. Friend 1: Anytime. We are a team. After all, we have got this. ഇത് വളരെ ചെറിയ സിമ്പിൾ ഒരു കോൺവെർസേഷൻ ആണ്. നമുക്ക് ഈ സെയിം സിറ്റുവേഷന് തന്നെ ഇതേ സെയിം സിറ്റുവേഷൻ, ഒരു എക്സാം കഴിഞ്ഞു, എക്സാം ബുദ്ധിമുട്ടായിരുന്നു, എക്സാം ഹാളിന്റെ പുറത്തിറങ്ങിയതിനു ശേഷം 2 ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്നത് വേറൊരു രീതിയിൽ നോക്കിയാലോ. Friend 1: Hey, how did you find today's exam? Friend 2: Oh man, it was so tough. I couldn't understand half of the questions. Friend 1: Yeah, me too. I thought I studied hard, but some of those questions were like they came from outer space. Friend 2: Totally. I didn't expect it to be that difficult for class 3. Friend 1: I know, right? I thought we would breeze through it, but it was like a storm of hard questions. Friend 2: Well, at least we are in the same boat. I was starting to worry I was the only one struggling. Friend 1: No, you are not alone. We'll just have to wait and see how everyone else did. Friend 2: Yeah, fingers crossed the teachers take it easy on us when grading. Friend 1: Let's hope so. And hey, if we don't do great, it's not the end of the world. We'll just work hard next time. Friend 2: True, we'll get through this together. Friend 1: Always, my friend, we are in this together. ഓക്കെ, അപ്പോൾ ഈ മോഡൽസ് ഒക്കെ ഒന്ന് നിങ്ങൾ എഴുതിയെടുത്തിട്ട് ഒന്ന് വായിച്ച് നോക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോൺവെർസേഷൻ ബിൽഡപ്പ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്